നമസ്കാരം, അസ്സലാമു അലൈക്കും. യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എം ഡയറ്റീഷ്യൻ ടീന സുധീർ. ഇന്ന് കാർഡിയാക് രോഗികൾ, അതായത് ഹാർട്ട് ഫെയിലിയർ വരുന്നവർ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ന്യൂസാണ് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ചെറിയ പയ്യന്മാരൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുക, സ്കൂളിൽ കുട്ടികൾ കുഴഞ്ഞു വീണ് മരിക്കുക. ഇതിനൊക്കെ ഒരു പ്രധാന കാരണം ഈ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങളാണ്. ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഫുഡ് ഹാബിറ്റാണ്. പണ്ടത്തെ ഭക്ഷണ രീതിയേ അല്ല ഇന്ന് വളരെയധികം ഫുഡ് ഹാബിറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രവാസികൾ പുറത്തുനിന്ന് ഫാമിലി ആയിട്ട് താമസിച്ചിരുന്നവരൊക്കെ നാട്ടിൽ വന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടിൽ വന്ന് സെറ്റിൽ ആയവർക്ക് എപ്പോഴും നാട്ടിലെ ഭക്ഷണമൊന്നും അത്ര അവിടെ ജനിച്ചു വളർന്ന കുട്ടികൾക്കൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. അപ്പം അങ്ങനെ ഇവിടെ അതുപോലെയുള്ള ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരുപാട് ഭക്ഷണശാലകൾ വന്നു. പക്ഷേ ഇപ്പോൾ അറബ്സ് ഒക്കെ ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഇതുപോലെ ജങ്ക് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിലും അവർ അതിൻ്റെ കൂടെ കുറേ ലീവ്സ് ഒക്കെ കഴിക്കും, കുറേ ഇലവർഗ്ഗങ്ങൾ, പച്ച നിറത്തിലുള്ള ഒരുപാട് ഇലവർഗ്ഗങ്ങൾ കഴിക്കും. അപ്പോൾ അത്ര പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ മലയാളികൾ അതല്ല ചെയ്യുന്നത്. സാലഡ്സോ ഇലവർഗ്ഗങ്ങളോ ഒന്നും കഴിക്കാതെ ജസ്റ്റ് ഇതുപോലെയുള്ള ജങ്ക് ഫുഡ് മാത്രം കഴിക്കും. അപ്പോൾ അത് കൊളസ്ട്രോൾ ആയിട്ട് നമ്മുടെ ബോഡിയിൽ വരികയും ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കാനുള്ള വളരെ അധികം ഉള്ള ഒരു കാരണമായിട്ട് മാറുകയും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഭക്ഷണ രീതിയിൽ ആദ്യമായിട്ട് മാറ്റം കൊണ്ടുവരിക. കഴിയുന്നത്ര ഹോംലി ഫുഡ് കഴിക്കുന്നതിനാണ് എപ്പോഴും ബെറ്റർ. അത് ഇപ്പോഴത്തെ തലമുറയോട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അവർക്ക് അസുഖം വന്നു കഴിയുമ്പോൾ പിന്നീട് ഒരു റീതിങ്കിങ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടും ചിലപ്പോൾ കാര്യം ഉണ്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭക്ഷണ രീതിയിൽ നിങ്ങൾ മാറ്റം കൊണ്ടുവരിക. കുറേയൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് പുറമേ നിന്നുള്ള ഭക്ഷണം കഴിക്കേണ്ടി വരും ജോലിയുടെ ഭാഗമായിട്ടും മറ്റും. അങ്ങനെ കഴിക്കുവാണെങ്കിൽ തന്നെ ഹെൽത്തി ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടല്ലോ. അപ്പോൾ ഹെൽത്തി ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. കൂടുതലും വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ആഹാര സാധനം. ഇപ്പോൾ ചിക്കൻ്റെ ഒരു വിഭവം നിങ്ങൾക്ക് ഇഷ്ടമാണ്, അത് കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ കൂടുതൽ സാലഡ്സ് കഴിക്കാനായിട്ട് നോക്കുക. സാലഡ്സ് ഒരുപാട് പ്രിഫർ ചെയ്യുക. പിന്നെ റാപ്പൊക്കെ ആണെങ്കിലും വീറ്റിൻ്റെ റാപ്പ് ചൂസ് ചെയ്യുക, മൈദയുടെ ഒഴിവാക്കിയിട്ട്. ഇങ്ങനെ ഒരുപാട് ഹെൽത്തി ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പിസ്സയൊക്കെ കഴിക്കുവാണെങ്കിലും അതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അവരോട് പറയാനുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വെജിറ്റബിൾസ് കുറച്ച് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്ത് തരാനായിട്ട് പറയാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പറഞ്ഞത് ഓവർ ഈറ്റിംഗ് ആണ്. പിന്നെ ചിലർ ഒന്നും കഴിക്കാത്തവരുണ്ട്, ഭക്ഷണമേ വേണ്ട എന്ന് പറഞ്ഞ് ഇരിക്കുന്നവർ. അതായത് ഒരു നേരത്തെ ഭക്ഷണവും കഴിക്കാത്ത ആളുകൾ. അപ്പോൾ അവർക്ക് ഡിസീസസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അവർക്ക് കാർഡിയാക് ഫെയിലിയർ ഒന്നും വരില്ല എന്ന് വിചാരിക്കരുത്. അഡിക്വേറ്റ് ന്യൂട്രീഷൻ നമുക്ക് ചെന്നില്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ കുറയും. അപ്പം അങ്ങനെയുള്ളവർക്കും കാർഡിയാക് ഫെയിലിയർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഒന്നാമത്തേത് ഓവർ ഈറ്റിംഗ്, രണ്ടാമത്തേത് അണ്ടർ ഈറ്റിംഗ്. ഇത് രണ്ടിൽ നിന്നും ഫെയിലിയേഴ്സ് നമുക്ക് വരാം. കാർഡിയാക് ഫെയിലിയർ മാത്രമല്ല കേട്ടോ, ബാക്കി പല അസുഖങ്ങളും നമുക്ക് വരാം. ഇമ്മ്യൂണിറ്റി തന്നെ കുറയും നമ്മളെ. പിന്നെ ഹോർമോൺസിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഇതൊക്കെ വെച്ചിട്ട് തന്നെ പലവിധ അസുഖങ്ങൾ വരാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. ഇനി അടുത്തത് സ്ട്രെസ്സാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ ഡയറ്റിനെക്കാട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് എല്ലാവർക്കും ഉള്ളൊരു കാര്യം ഈ സ്ട്രെസ്സാണ്. ആവശ്യത്തിന് അനാവശ്യത്തിനും ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, അവരവരുടെ വരുമാനത്തിനനുസരിച്ചല്ല ചിലവാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സ്ട്രെസ്സ് കൂടും, അല്ല ടെൻഷൻസ് കൂടുമ്പോൾ എന്താ, അത് ഹാർട്ടിന് താങ്ങാൻ പറ്റില്ല. അപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കും. നമ്മുടെ ബ്ലഡ് സപ്ലൈ ഒക്കെ കുറയും സ്ട്രെസ് ഒരുപാടാകുമ്പോഴത്തേനും. അപ്പോൾ ഹാർട്ടിൽ പമ്പിങ് കുറയും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ സ്ട്രെസ് എപ്പോഴും മാനേജ് ചെയ്ത് നിർത്താം. ശരിക്കും പറഞ്ഞാൽ വേണ്ടത് നിങ്ങൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ വളരെയധികം ലക്ഷറിയാണ് അല്ലേ. സമാധാനം ഇല്ലാത്തൊരു ലൈഫാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ടാവുക വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും. ഒരു നോർമലൈസ് ചെയ്ത് നമ്മൾ ജീവിച്ചു പോകുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നു, 1-2 ആഴ്ച ആ പ്രോബ്ലത്തിൻ്റെ പിന്നാലെ നമ്മൾ നടക്കുന്നു, പിന്നെ ഓക്കെ ആവുന്നു, പിന്നെയും അങ്ങനെ നോർമലൈസ് ചെയ്ത് പോകുന്നു. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ ഡെയിലി പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് ആയിരിക്കണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് അതിൽ വിജയം കണ്ടെത്തുക വേണ്ടത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരുപാട് സ്ട്രെസ്സും ടെൻഷൻസും ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ യോഗ, മെഡിറ്റേഷൻ ഒക്കെ അതിന് സഹായിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടം ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പല വീട്ടമ്മമാരും ഒക്കെ പറയാറുണ്ട്, മക്കളൊക്കെ പുറത്താണ്, ഒറ്റപ്പെട്ട അവസ്ഥയാണ്, എപ്പോഴും ടെൻഷനെന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഗാർഡനിങ്ങോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഹോബീസോ, അല്ലെങ്കിൽ ചിലർ തന്നെ ഓരോ അച്ചാറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്
വരുമാനം ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പം അങ്ങനെയുള്ള അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വരുമാനവും കിട്ടും, പിന്നെ നിങ്ങൾക്കൊരു സമയം പോകുന്നതിനുള്ള ഒരു മാർഗവും ആയിരിക്കും. അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക. എപ്പോഴും ഒരേ കാര്യത്തിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാതെ മനസ്സിന് എപ്പോഴും സമാധാനം നൽകുന്ന കാര്യങ്ങൾ ചിന്തിക്കുക. പണ്ട് ഒരു 100 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ, സംഭവിച്ച കാര്യങ്ങൾ ഓർത്തോർത്ത് വിഷമിക്കാതെ പുതിയതായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അല്ലേ? വെറുതെ പഴയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ഇതൊക്കെയാണ് മെയിനായിട്ട് സ്ട്രെസ് ഉണ്ടാവാനുള്ള ഒരു വഴികൾ. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്ട്രെസ് മാനേജ് ചെയ്ത് നിർത്തുക, ഡയറ്റ് പ്രോപ്പറായിട്ട് നോക്കുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെയും നമ്മുടെ ഫാറ്റ് ബേണിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്ട്രെസ് മാനേജ് ചെയ്യാനും ലൈറ്റ് വർക്കൗട്ട് സഹായിക്കും. ഒരുപാട് ഹെവി ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. ലൈറ്റായിട്ട് നിങ്ങൾക്ക് സമാധാനവും സന്തോഷം നൽകുന്ന വർക്കൗട്ട് ചെയ്യുക. യോഗ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ വാക്കിംഗ് മതി. ജസ്റ്റ് നിങ്ങൾ നടക്കുക, 1.5-3 മണിക്കൂർ നടക്കുക. ഡെയിലി ചെയ്യണമെന്ന് മാത്രം. അല്ലാതെ ഒരു ദിവസം ചെയ്തിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല. ഡെയിലി നിങ്ങൾ ചെയ്യുക. സ്ലീപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗാഡ്ജറ്റ്സിൻ്റെ ഉപയോഗമൊക്കെ ഒന്ന് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതും നല്ലതാണ്. വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുടിക്കാം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾ ഒരു ബാലൻസ്ഡ് രീതിയിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ കാർഡിയാക് ഫെയിലിയർ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. എന്നാലും കൂടുതൽ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.